ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിഷ. എൻ്റെ വീഡിയോസ് എല്ലാം കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നൊരു രസകരമായ പക്ഷേ ആഴമേറിയ ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങളുടെ തലയ്ക്കുള്ളിൽ ഒരു ശബ്ദമുണ്ടോ? നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം, അതായത് നിങ്ങളോട് തന്നെ നിങ്ങളെപ്പോഴും സംസാരിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഉപദേശിക്കുന്ന, അല്ലെങ്കിൽ വെറുതെ വർത്താനം പറയുന്ന ആ ഒരു ശബ്ദം. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഒപ്പം ഇതെങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നു, എങ്ങനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറികടക്കാം എന്നും നോക്കാം. തയ്യാറാണോ? എങ്കിൽ വാ, ഒരു കപ്പ് ചായയോ കാപ്പിയോ എടുത്ത് അപ്പോൾ തുടങ്ങിയാലോ. നമ്മുടെ എല്ലാം മനസ്സ് ഒരു വലിയ വർത്തമാനക്കാരനാണെന്ന് നിങ്ങൾക്കറിയാവോ? എപ്പോഴും എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അയ്യോ, അത് ഞാൻ അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഇനി എനിക്ക് എന്ത് ചെയ്യാനാകും എന്നൊക്കെ നമ്മൾ സ്വയം ചോദിക്കാറില്ലേ? ഇതിനെയാണ് നമ്മൾ സെൽഫ് ടോക്ക് എന്ന് പറയുന്നത്. ഈ സെൽഫ് ടോക്ക്, അതായത് നമ്മൾ നമ്മളോട് തന്നെ നടത്തുന്ന ഈ സംഭാഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ചിലപ്പോൾ നമ്മൾ സ്വയം വഴക്ക് പറയാറില്ലേ, നീ എന്തിനാ അങ്ങനെ ചെയ്തത് എന്നൊക്കെ. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് മറ്റൊരു ശബ്ദം വരും, എനിക്കത് ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഇതൊരു തമാശയായിട്ട് തോന്നാമെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നും നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭാഷണമാണിത്. ഈ സംഭാഷണങ്ങൾക്ക് ഒരു ഒടുക്കവുമില്ല. നമ്മൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിടന്നിട്ട് ഉറക്കം വരാത്തത് പലപ്പോഴും നമ്മുടെ ഈ മനസ്സിലൂടെയുള്ള ഈ ചിന്തകളുടെ ഒഴുക്ക് കാരണമായിരിക്കാം. നാളത്തെ കാര്യങ്ങൾ, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, ചെയ്ത തെറ്റുകൾ, ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. ഇതൊരു സാധാരണ കാര്യമാണോ? പുറമേ നമ്മൾ ഉറക്കെ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് നമുക്ക് ഭ്രാന്താണെന്ന് തോന്നാം. എന്നാൽ ഉള്ളിൽ നിരന്തരം ഈ സംഭാഷണങ്ങൾ നടക്കുന്നതിനെ നമ്മൾ സാധാരണയായിട്ടാണ് കാണുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ ഈ രണ്ട് അവസ്ഥകളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾ വഴിയിലൂടെ പോകുമ്പോൾ ആരെങ്കിലും പിറുപിറുത്തു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ പറയും അയാൾക്ക് ഭ്രാന്താണെന്ന്. പക്ഷേ നിങ്ങൾ അതേ കാര്യം മനസ്സിൽ ചെയ്യുന്നുണ്ടാവാം, അത് പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം, അല്ലേ? അയ്യോ, അന്ന് ഞാനത് പറയണ്ടായിരുന്നു, എനിക്കിപ്പോൾ ഓർമ്മ വന്നു, അടുത്ത തവണ അയാൾ അങ്ങനെ ചെയ്താൽ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുക്കും. ഇങ്ങനെയുള്ള ചിന്തകൾ നിർത്താതെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകൾക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെങ്കിലും അതിനൊരു മറുവശവുമുണ്ട്. അതായത് ഓവർ തിങ്കിങ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അമിത ചിന്തകൾ. നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു കൂട്ടും. പലപ്പോഴും നിലവിലില്ലാത്ത പ്രശ്നങ്ങളെ നമ്മൾ ഈ ചിന്തയിലൂടെ ഉണ്ടാക്കിയെടുക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ കിടക്കയിൽ കിടന്ന് വെറുതെ വിഷമിക്കാൻ തുടങ്ങും. ഈ അനാവശ്യ ചിന്തകൾ ഒരുപാട് ദുരിതങ്ങളും സന്തോഷമില്ലായ്മയും ഉണ്ടാക്കുന്നുണ്ട്. അത്ര നിങ്ങൾ ഉറങ്ങാൻ ശ്രമിക്കുമ്പോൾ നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആ ജോലി ശരിയാവുമോ? അവൻ എന്തിനാണ് എന്നോട് അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്താണ് തിരിച്ചു പറയേണ്ടത്? ഇങ്ങനെ ഒരു ചിന്ത മറ്റൊരു ചിന്തയിലേക്ക്, പിന്നെ മറ്റൊന്നിലേക്ക്, അങ്ങനെ ഒരു ചിന്തകളുടെ ചങ്ങല. ഒടുവിൽ നിങ്ങളുടെ ഹൃദയം പടപടാന്നിടിക്കാൻ തുടങ്ങും, ശരീരം വിയർക്കും, ഉറക്കം പോവും. ഈ ചിന്തകൾ എന്താണ് ചെയ്യുന്നത്? അവ നിങ്ങളുടെ ശരീരത്തെ വിശ്വസിപ്പിക്കുന്നു നിനക്കൊരു അപകടം വരാൻ പോകുന്നുവെന്ന്. പക്ഷേ ശരിക്കും അപകടമൊന്നുമില്ല. എല്ലാം നിങ്ങളുടെ മനസ്സിന്റെ ഒരു സൃഷ്ടി മാത്രമാണ്. നിങ്ങളുടെ ശരീരം ഈ ചിന്തകളെയും യഥാർത്ഥ സംഭവങ്ങളെയും തമ്മിൽ തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിലൊരു ഭയം വന്നാൽ ശരീരം ഉടനെ ആ ഭയത്തോട് പ്രതികരിക്കുന്നത്. ഹൃദയമിടിപ്പ് കൂടുന്നു, ടെൻഷൻ വരുന്നു, ഉത്കണ്ഠ വരുന്നു. അതായത് നമ്മുടെ മനസ്സിനും ശരീരത്തിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. നിങ്ങൾ പേടിപ്പിക്കുന്ന ഒരു ചിന്ത ചിന്തിക്കുമ്പോൾ, ഉദാഹരണത്തിന് എൻ്റെ ജോലി നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരുമോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ശരീരം ആ ചിന്തയോട് പ്രതികരിക്കും. അവിടെ ഒരു ഭയമോ ഉത്കണ്ഠയോ ഉണ്ടാകുന്നു. ഈ വികാരം നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. നമ്മുടെ ശരീരത്തിന് യഥാർത്ഥത്തിൽ ഒരു സംഭവം നടക്കുകയാണോ അതോ നമ്മൾ വെറുതെ ചിന്തിക്കുകയാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പേടിപ്പിക്കുന്ന ചിന്തകൾ ചിന്തിക്കുമ്പോൾ ശരീരം പ്രതികരിക്കുന്നത് ഞാൻ അപകടത്തിലാണ്, ഇവിടെ ഒരു യഥാർത്ഥ ഭീഷണിയുണ്ട് എന്ന രീതിയിലായിരിക്കും. അങ്ങനെയാണ് നമുക്ക് ഭയവും ഉത്കണ്ഠയും അനുഭവപ്പെടുന്നത്, നമ്മൾ അസ്വസ്ഥരാകുന്നത്. ഇതൊരു സുഖകരമായ അവസ്ഥയല്ലെന്നും മാത്രമല്ല, വർഷങ്ങളോളം നിങ്ങൾ ഇത്തരം ഉപയോഗശൂന്യമായ അല്ലെങ്കിൽ നെഗറ്റീവായ ചിന്തകളിൽ മുഴുകുകയാണെങ്കിൽ അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായി ബാധിക്കും. രോഗങ്ങളെ ചെറുക്കാനുള്ള നമ്മുടെ ശരീരത്തിന്റെ എനർജി കുറയും.
ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം പോലും നമ്മുടെ മാനസികാവസ്ഥയും ആരോഗ്യവും തമ്മിലുള്ള ബന്ധം തിരിച്ചറിയുന്നുണ്ട്. ഓക്കെ, നമുക്ക് പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നമ്മുടെ തലയിലെ ഈ ഒരു ശബ്ദം മിക്കവാറും സമയം സെൽഫ് ടോക്കിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. ആദ്യമേ തന്നെ അത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ സെൽഫ് ടോക്ക് എല്ലായ്പ്പോഴും നെഗറ്റീവ് ഒന്നും ആയിരിക്കണമെന്നില്ല. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത് പോസിറ്റീവിനേക്കാൾ നെഗറ്റീവ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നലെ നടന്ന ഒരു നല്ല സംഭവം, ഒരു സന്തോഷകരമായ ഒരു നിമിഷം, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും പോയി ഒരു സൺസെറ്റ് കണ്ടു. ഇന്ന് നിങ്ങൾക്കത് ഓർമ്മിക്കാം, അതൊരു മനോഹരമായ അനുഭവമായിരുന്നു എന്നോ ഇന്നലെ ഞങ്ങൾ നല്ലൊരു സംഭാഷണം നടത്തിയെന്നോ ചിന്തിക്കാം. പക്ഷേ ഒരു നല്ല സംഭവത്തിനെ കുറിച്ച് നമുക്ക് അത്രയധികം സമയം ചിന്തിക്കാൻ കഴിയില്ല. എന്നാൽ ഇന്നലെ എന്തെങ്കിലും മോശമായിട്ട് സംഭവിച്ചാൽ, ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച് ശ്രദ്ധ തന്നില്ലെങ്കിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, എൻ്റെ ദൈവമേ, അയാൾ അങ്ങനെ ചെയ്തത്, അടുത്ത തവണ അയാൾ അങ്ങനെ ചെയ്താൽ ഞാൻ കൃത്യമായി മറുപടി കൊടുക്കും. അയാൾ അങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്യാത്തത്? ഒരു നെഗറ്റീവ് കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് വളരെ കാലം ചിന്തിച്ചുകൊണ്ടേയിരിക്കാൻ കഴിയും, ഒരു നല്ല കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം. ഒരു നെഗറ്റീവ് സംഭവം നമ്മുടെ മനസ്സിന്റെ ഉപയോഗശൂന്യമായ പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് ഇന്ധനം നൽകുന്നു, ഒരു പോസിറ്റീവ് സംഭവത്തേക്കാൾ കൂടുതൽ. പലരുടെയും ജീവിതം ഇങ്ങനെയാണ്. അവരുടെ മാനസിക പ്രവർത്തനങ്ങളുടെ ഒരു വലിയ ശതമാനം നെഗറ്റീവാണ്. ചില ആളുകൾക്ക് ഇത് ഏകദേശം 100% നെഗറ്റീവ് ആയിരിക്കും. അത് അവരുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊരു പക്ഷെ നിങ്ങൾക്കൊരു പുതിയ അറിവായിരിക്കാം. നിങ്ങളുടെ ബോധാവസ്ഥയ്ക്കും നിങ്ങളുടെ മാനസികവും വൈകാരികവുമായ അവസ്ഥയ്ക്കും ഒരു പ്രത്യേക ബന്ധമുണ്ട്. നിങ്ങൾ ആരുമായിട്ട് സഹവസിക്കുന്നു, നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത്, നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നതുമായി പോലും ഇതിന് ബന്ധമുണ്ട്. ഇതെല്ലായ്പ്പോഴും പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ട മാനസികവും വൈകാരികവുമായ അവസ്ഥയും അവർ ആരുമായി സഹവസിക്കുന്നു, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവർ എവിടെ ജോലി ചെയ്യുന്നു, അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നതും തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് നമ്മുടെ തലയിൽ ഈ നിരന്തരമായ ചിന്താ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം തിരിച്ചറിയണം. തീർച്ചയായും നിങ്ങൾക്ക് ഈ ചിന്തകളെ ഇല്ലാതാക്കാൻ കഴിയില്ല. ചിന്തകൾ ഉണ്ടാകും. പക്ഷേ ചോദ്യം ഇതാണ്, നിങ്ങളുടെ ചിന്തകൾക്ക് പിന്നിൽ ഒരു ബോധപൂർവമായ നിരീക്ഷണം, അതായത് അവയർനെസ് ഉണ്ടോ? അതായത് ഒരു ചിന്ത വരുമ്പോൾ അത് വെറും ഒരു ചിന്ത മാത്രമാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ്. ആ ഉപയോഗശൂന്യമായ മാനസിക പ്രവർത്തനങ്ങളിൽ നിങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിയുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും വരുന്ന ചില ആവർത്തന സ്വഭാവമുള്ള ചിന്തകളെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് ബോധ്യപ്പെടാം. അതായത് മറ്റുള്ളവരിൽ ഇത് കൂടുതൽ എളുപ്പത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഉദാഹരണത്തിന്, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ പോകുമ്പോൾ നിങ്ങൾക്കറിയാം അവർ ഈ വർഷം എന്താണ് പറയാൻ പോകുന്നതെന്ന്. കാരണം കഴിഞ്ഞ വർഷവും 5 വർഷം മുമ്പും 10 വർഷം മുമ്പും അവർ പറഞ്ഞ അതേ കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലുമോ നെഗറ്റീവായ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അവർക്കുണ്ടെങ്കിൽ അടുത്ത ആഴ്ച അവരെ കാണാൻ പോകുമ്പോഴും അതേ കാര്യങ്ങൾ തന്നെയായിരിക്കും നിങ്ങൾ കേൾക്കുക. അതുകൊണ്ട് മറ്റുള്ളവർ എങ്ങനെയാണ് ആവർത്തന സ്വഭാവമുള്ള ചിന്താരൂപങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതെന്ന് കാണാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. എന്നാൽ അത് നമ്മളിൽ തന്നെ കാണാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സ്വയം അറിവ് ഏറ്റവും പ്രയാസമുള്ള അറിവാണ് എന്ന് പറയുന്നത്. നമുക്ക് മറ്റുള്ളവരെ കാണാൻ എളുപ്പമാണ്. എന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഒരു പ്രത്യേക ചിന്ത പ്രത്യക്ഷപ്പെടുന്ന നിമിഷം പോലും ഇത് ഞാൻ വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന കാര്യമാണ്, ഇത് വീണ്ടും വീണ്ടും വരുന്നു എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുകയാണെങ്കിൽ അവിടെ ഒരു നിരീക്ഷിക്കുന്ന സാന്നിധ്യം നിങ്ങൾക്കുണ്ട്. ഈ ഒബ്സർവിങ് പ്രസൻസ്, അതായത് നിരീക്ഷിക്കുന്ന സാന്നിധ്യം, അതൊരു ചിന്തയല്ല, മറിച്ച് നിങ്ങളുടെ തലയിൽ ഒരു ശബ്ദമുണ്ടെന്നും ചിന്തകളുണ്ടെന്നും തിരിച്ചറിയാനുള്ള കഴിവ് മാത്രമാണ്. ആ ചിന്തകളിൽ ചിലത് നെഗറ്റീവാണെന്നും പല ചിന്തകളും ആവശ്യമില്ലാത്തതാണെന്നും മാത്രമല്ല, നിങ്ങളുടെ ജീവിതം വളരെ ദുഷ്കരമാവുകയാണെന്നും നിങ്ങൾ തിരിച്ചറിയും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് വരാം. നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദത്തെ എങ്ങനെ നമുക്ക് നിയന്ത്രിക്കാമെന്ന് നോക്കാം. ആദ്യം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്ത വരുമ്പോൾ ഇതൊരു ചിന്തയാണ് എന്ന് മനസ്സിലാക്കുക. അതിനെ തുടർന്നു പോകണ്ട. നിങ്ങളുടെ മനസ്സിനെ ഒരു TV സ്ക്രീൻ പോലെ സങ്കല്പിക്കുക.
ടി വിയിൽ ഒരു സിനിമ നടക്കുന്നുണ്ട്, നിങ്ങൾ അതിനെ നോക്കുന്നു, പക്ഷേ നിങ്ങൾ ആ സിനിമയല്ല, നിങ്ങൾ ആ സിനിമയെ കാണുന്നവനാണ്. അതുപോലെ നിങ്ങളുടെ ചിന്തകളെ നോക്കുക, പക്ഷെ അതിൻ്റെ ഭാഗമാകാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം, അതായത് നിങ്ങളുടെ ഈഗോ എപ്പോഴും നിങ്ങളെ ഇങ്ങനെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു, നിനക്ക് എന്തോ ഒരു കുറവുണ്ട്. പക്ഷെ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഒരു പൂർണ്ണതയുണ്ട്. ആ പൂർണ്ണത നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയാണ്. നിങ്ങളുടെ ഈഗോ എപ്പോഴും പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. നിനക്ക് ജോലി വേണം, നിനക്ക് പണം വേണം, നിനക്ക് ആളുകളുടെ ശ്രദ്ധ വേണം, ഇങ്ങനെ. പക്ഷെ ഈ ഒരു പുറത്തേക്കുള്ള തിരച്ചിൽ ഒരിക്കലും നിങ്ങളുടെ ആന്തരിക ശൂന്യതയെ നികത്തില്ല. നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റി കണ്ടെത്താൻ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കണം. ഒരു ധ്യാനം, ഒരു നിശബ്ദത, ഒരു ശാന്തത, ഇതിൻ്റെ വഴിയിലൂടെ നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെ മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ ബന്ധങ്ങളെ, നിങ്ങളുടെ ജോലിയെ എല്ലാം ബാധിക്കുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെ നിയന്ത്രിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ ശാന്തത വരും. നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത അത് ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് മാറും. നിങ്ങളുടെ മനസ്സിൻ്റെ ശബ്ദത്തെ നിയന്ത്രിക്കാൻ ഇന്ന് തന്നെ തുടങ്ങിയാലോ? ഒരു ചെറിയ പരിശീലനം. ആദ്യം നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിന്തകളെ ശ്രദ്ധിക്കുക. ഇതൊരു വെറും ചിന്തയാണ് എന്ന് മനസ്സിലാക്കുക. ആ ചിന്തകളെ പിടിച്ചിങ്ങനെ പോവേണ്ട ആവശ്യമില്ല. രണ്ടാമത്തേത് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു നിമിഷം കണ്ണടച്ച് നിങ്ങളുടെ ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ മനസ്സിന്റെ ശബ്ദത്തെ ശാന്തമാക്കും. മൂന്നാമത്തേത് നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക. ഞാൻ ആരാണെന്ന് സ്വയം ചോദിക്കുക. ഈ ചോദ്യം നിങ്ങളുടെ യഥാർത്ഥ ഐഡന്റിറ്റിയിലേക്ക് നിങ്ങളെ നയിക്കും. നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കുക, നിങ്ങൾ ആരാണെന്ന് അല്ലെങ്കിൽ എന്താണെന്ന് കണ്ടെത്തുക. വ്യക്തി എന്നതിലുപരി ഈ ശരീരത്തിനും മനസ്സിനും അപ്പുറം നിങ്ങൾ ആരാണെന്ന് മനസ്സിലാക്കുക. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്